ശ്രീ ആർ വി ബാബു, നമ്മൾ ഇടത് പ്രതിനിധിയിലേക്ക് കൂടി ഒന്ന് വരേണ്ടതുണ്ട്. ഞാൻ അടുത്ത ഘട്ടത്തിൽ അദ്ദേഹത്തിലേക്ക് ഒന്നെത്താം. നോക്കൂ, ഇപ്പോൾ ബി റെജി പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ നമുക്കൊന്ന് തുടങ്ങാം. അദ്ദേഹം പറയുന്നു മതേതരത്വമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നു. ഈ പറയുന്ന ഈ ദളിത് ആക്ടിവിസ്റ്റ് നമുക്കറിയാം എത്രയോ നാളുകളായി സനാതനധർമ്മത്തെ അവഹേളിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് നമുക്കറിയാം. കിട്ടുന്ന വേദികളിലെല്ലാം ഹിന്ദുമതത്തെ എങ്ങനെയൊക്കെ അപകീർത്തിപ്പെടുത്തി അപഹസിച്ച് സംസാരിക്കാമോ അതെല്ലാം ചെയ്യുന്ന ഒരാളാണ്. ഇയാളെ വൈക്കത്ത് UDFൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുക പോലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബി റെജി പറയുന്ന മതേതരത്വവും കോൺഗ്രസും എവിടെ നിൽക്കുന്നു എന്നൊന്ന് പുനർവിചിന്തനം ചെയ്യേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇത്തരം സംഭവങ്ങളിൽ അങ്ങേക്ക് എതിരെ കേസെടുത്തൊരു സാഹചര്യം നമുക്കറിയാം. അതായത് ഒരു പ്രത്യേക മതവിഭാഗത്തെ ഏതെങ്കിലും വിധത്തിൽ അവരെ ഒന്ന് നുള്ളി നോവിക്കുന്ന ഒരു സമീപനമുണ്ടായാൽ അവർക്കെതിരെയൊക്കെ പെട്ടെന്ന് കേസെടുത്ത് ജയിലഴിക്കുള്ളിലാക്കാൻ നോക്കുന്ന പോലീസാണ് കേരള പോലീസ്. പക്ഷേ ഇത് നോക്കൂ, ഈ പ്രസ്താവന വന്നിട്ട് ഏതാണ്ട് 2 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഒരനക്കവുമില്ല, മാധ്യമങ്ങളിൽ പോലും വാർത്തയല്ല എന്നുള്ളതാണ്. ഈ സെലക്റ്റീവ് മതേതരത്വം അതല്ലേ യഥാർത്ഥത്തിൽ കേരളത്തെ നശിപ്പിക്കുന്നത്? നീലിമ, ഞാൻ കോൺഗ്രസ് പ്രതിനിധിയുടെ പരാമർശത്തിലേക്കോ അതിനോടുള്ള പ്രതികരണത്തിലേക്കോ വരുന്നതിന് മുൻപായിട്ട് നമുക്ക് ഈ വിഷയത്തിൻ്റെ ഗൗരവം ഒന്ന് കൃത്യമായിട്ട് പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇപ്പോൾ മലയാളം സർവകലാശാലയിൽ അനഘ ശശി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഗവേഷക വിദ്യാർത്ഥി, അവരുടെ PhD തീസിസുമായി ബന്ധപ്പെട്ട് അവരുടെ ഗവേഷണം നടത്തുന്നു. ആ ഗവേഷക വിദ്യാർത്ഥിക്ക് നേരിട്ട ജാതീയമായ വിവേചനത്തിൻ്റെ പേരിൽ അവിടെ കുറച്ച് പ്രശ്നങ്ങളും വിവാദങ്ങളും സമരമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നടന്ന പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തിട്ടാണ് ഈ സണ്ണി കബിക്കാട് എന്ന് പറയുന്ന അദ്ദേഹത്തെ പൈലി എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരിലൊക്കെ അറിയപ്പെടുന്നു എന്ന് പറയുന്നു. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ദളിത് സ്വത്വം തന്നെ പലപ്പോഴും ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവ് അജയ് തറയിൽ അദ്ദേഹം ചോദ്യം ചെയ്ത ഒരാളാണ്. അദ്ദേഹം ക്രിസ്ത്യൻ മാതാപിതാക്കൾക്ക് ജനിച്ച ആളാണെന്നും തൊഴിൽ സംബന്ധമായ നേട്ടത്തിന് വേണ്ടി ജാതി സ്വീകരിച്ചതാണ്, ദളിത് സ്വത്വം സ്വീകരിച്ചതാണ് എന്നൊക്കെയുള്ള പരാതി നമ്മളാരും പറഞ്ഞതല്ല, കോൺഗ്രസ് നേതാവ് പറഞ്ഞതാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്ന് തന്നെ അത്തരത്തിലുള്ള പരാമർശം വരികയൊക്കെ ചെയ്തിട്ടും കോൺഗ്രസിൻ്റെ ബാക്കി ആരും അതിനോട് പ്രതികരിച്ചില്ല എന്നുള്ളതുകൊണ്ട് കോൺഗ്രസിൻ്റെ അഭിപ്രായമല്ല എന്ന് വിചാരിക്കാം നമുക്ക്. പക്ഷേ കോൺഗ്രസ് നേതാവ് തന്നെയാണ് അത് പറഞ്ഞത്. ഞാനിവിടെ പറയുന്നത്, ഈ വ്യക്തി നടത്തിയ പരാമർശം ആരെക്കുറിച്ചാണ് നടത്തിയത്? സാക്ഷാൽ ശ്രീ ശബരിമല അയ്യപ്പനെ കുറിച്ച്. ശബരിമല അയ്യപ്പൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ വിശ്വസിക്കുന്ന ഒരുപാട് ദൈവ സങ്കല്പങ്ങളിലും ദേവതാ സങ്കല്പങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു സങ്കല്പമാണ് ശബരിമല അയ്യപ്പൻ. അവിടെ നേരത്തെ സൂചിപ്പിച്ച മാതിരി അവിടെ എല്ലാവരും സമന്മാരാണ്. ഇയാൾ ജാതിയുടെ പേരിൽ ബ്രാഹ്മണിക്കൽ ഹെജുമണി, ബ്രാഹ്മണിക്കൽ വിഷയമൊക്കെ ഉയർത്തിക്കാണിക്കുന്ന ഒരാളാണ്. എന്നാൽ ഇയാളുടെ തത്വത്തിനും വിശ്വാസത്തിനും, ഈ പറയുന്ന കബിക്കാടിൻ്റെ വിശ്വാസത്തിനും തത്വത്തിനൊക്കെ അനുരൂപമായിട്ടുള്ള ഒരു സങ്കല്പമാണ് അയ്യപ്പൻ്റേത്. അവിടെ എന്താണ്? അവിടെ ജാതി മതഭേദങ്ങളില്ല. സമത്വസുന്ദരമായ സമാനമായ എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുന്ന എല്ലാവരും അയ്യപ്പന്മാരാണ്. എല്ലാവരെയും അയ്യപ്പന്മാരായിട്ട് കാണുക എന്നുള്ളതാണ്. അവിടെ ജാതിയുടെ പേരിലുള്ള വേർതിരിവില്ല. എല്ലാവരെയും അയ്യപ്പന്മാർ എന്നുള്ള നിലയ്ക്ക് കാണുന്ന ആ ശബരിമല ശാസ്താവിനെ, ആ ശബരിമല അയ്യപ്പൻ എന്നുള്ള സങ്കല്പത്തെയാണ് ഇയാൾ അതിനികൃഷ്ടമായ നിന്ദ്യമായ രീതിയിൽ അവഹേളിച്ചത്. 48 മണിക്കൂർ കഴിയുന്നു അത്തരത്തിലുള്ള അവഹേളനം കഴിഞ്ഞിട്ട്. ഞാനിവിടെ റെജി അടക്കമുള്ള ഇവിടെ ഇനി വരാൻ പോകുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി അടക്കമുള്ള ആളുകൾ ഈ ചർച്ചയിലുണ്ടല്ലോ, അവരോട് ചോദിക്കുന്നത്, ഇത്രയും സമയമായി ശബരിമല അയ്യപ്പനെ അവഹേളിച്ച് അദ്ദേഹത്തെ ഒരു ബലാത്സംഗ വീരൻ എന്ന അധമമായ നീചമായ നിന്ദ്യമായ വാക്കുപയോഗിച്ച് അവഹേളിച്ചിട്ട് 48 മണിക്കൂറായി. ഇവിടെ നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ച പോലെ ഇതൊരു കോഗനൈസബിൾ കേസാണ്. അതായത് ഒരു പരാതിയും കൂടാതെ കേസെടുക്കാവുന്നതാണ്. ഒരു പരാതിയും കൂടാതെ പോലീസിന് സ്വമേധയാ കേസെടുക്കാവുന്ന ഒരു സംഭവം നടന്ന് 48 മണിക്കൂറായി. രാവിലെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായ വിമർശനങ്ങൾ നടക്കുന്നു. നിരവധി പരാതികൾ സംസ്ഥാനത്തൊട്ടുക്ക് ഇതിനകം, ഇവിടെ അരുണിന്റെ അടക്കമുള്ള പരാതി, ഹിന്ദു ഐക്യവേദി പന്തളം
പോലീസിൽ ഹിന്ദു ഐക്യവേദി നേരിട്ട് പന്തളത്തരജന്റെ ദിവ്യസന്താനം എന്നാണ് നമ്മൾ അയ്യപ്പനെ കുറിച്ച് പറയുന്നത്. ആ അയ്യപ്പന്റെ ആ പന്തളത്ത് തന്നെ പോലീസിൽ പരാതി കൊടുത്തു. എന്തേ ഈ സമയം വരെ കേസെടുക്കാത്തത്? എന്തേ സണ്ണി കബിക്കാടിനെ അറസ്റ്റ് ചെയ്യാത്തത്? ഇത്രയും നിന്ദ്യമായ നീചമായ കലാപത്തിന് സമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന വന്ന് 48 മണിക്കൂറായിട്ടും എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്തത് നമ്മുടെ പോലീസ്? ആരെയാണ് ഈ പോലീസ് ഭയപ്പെടുന്നത്? അപ്പൊ ഇവിടെ പ്രശ്നം ഞങ്ങൾ മതേതരത്വത്തിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ മതസൗഹാർദ്ദത്തിന്റെ ആൾക്കാരാണ് എന്നൊക്കെ പറയുന്നത് വെറും മേനി നടിക്കലാണ്, കാപട്യമാണ്. അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും. ഇത് നേരെ തിരിച്ച് മുഹമ്മദ് നബിക്കെതിരെയാണ് ഇത്തരം പ്രസ്താവന വന്നതെങ്കിൽ പ്രവാചകനെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കൈവെട്ടിയ നാടാണ് കേരളം. പ്രവാചകനെ അപമാനിച്ചു എന്നുള്ളതിന്റെ പേരിൽ എന്ന ഒരു വ്യാജ നരേറ്റീവ് ഉണ്ടാക്കി കൈവെട്ടിയ കേരളമാണ്. ഈ കേരളത്തിലാണ് കോടാനുകോടി വരുന്ന ഭക്തന്മാർ അവരുടെ ജീവശ്വാസം എന്ന് നേരത്തെ പറഞ്ഞില്ലേ, അവരുടെ ജീവശ്വാസമായി കാണുന്ന അയ്യപ്പനെ അധിക്ഷേപിച്ചിട്ട് ഇത്രയും സമയമായിട്ടും ഇവിടെ സണ്ണിയം കബിക്കാടിന്റെ വീടിന് നേരെയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ശാരീരികമായിട്ടോ ഉപദ്രവിക്കാനൊന്നും ആരും തയ്യാറായിട്ടില്ല. പക്ഷേ ആ പരാതി അല്ലെങ്കിൽ അത്തരം കേസ് അഡ്രസ് ചെയ്യാൻ എന്തേ കേരള സർക്കാരിന് ഇത്രയും വൈകുന്നേ? എന്തേ പോലീസ് കണ്ണടച്ചിരിക്കുന്നതിന്റെ കാരണം എന്താണ്? ഹിന്ദുക്കൾ ഇവിടെ ആർക്കും ചവിട്ടി അരയ്ക്കാവുന്ന ആളുകളാണെന്നാണോ ഈ ഗവൺമെന്റ് കരുതുന്നത്? എന്താണ് കരുതുന്നത്? ഇവിടെ ഞാൻ പറയട്ടെ, റിജി പറയുണ്ടായി മതേതരത്വത്തിന്റെ സങ്കല്പത്തിലാണ് കോൺഗ്രസ് ഭരിക്കുന്നതെന്ന്. കോൺഗ്രസ് ഈ ഹിന്ദു മതവിശ്വാസങ്ങളെ, ഹൈന്ദവ സങ്കല്പങ്ങളെ അടക്കം എത്രയോ കാലമായിട്ട് ഇപ്പോ ആർക്കോ വേണ്ടി എന്ന് ഞാൻ എല്ലാവർക്കും വ്യക്തമാവും ആർക്ക് വേണ്ടിയാണ് കോൺഗ്രസ് ഈ തരത്തിൽ ഹിന്ദു മതദ്രോഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ശക്തമായ ഹിന്ദു വിരുദ്ധ നിലപാടിലാണ് ഇപ്പൊ കോൺഗ്രസ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ആ സദസ്സിൽ വെച്ച മനുസ്മൃതിയെ വിമർശിച്ചുകൊണ്ട് പ്രസംഗിച്ചത്. മനുസ്മൃതി സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരാണ് എന്ന് പ്രസംഗിക്കുമ്പോൾ ആ വേദിയിൽ തന്നെ തട്ടമിട്ടൊരു പെൺകുട്ടി നിൽപ്പുണ്ട്. ആ തട്ടമിട്ട് നിൽക്കുന്ന പെൺകുട്ടിയും ആ സമുദായവും അവിടുത്തെ സ്ത്രീകളും അനുഭവിക്കുന്ന സ്ത്രീ വിരുദ്ധതയും സ്ത്രീ സ്വാതന്ത്ര്യ നിഷേധവും ഒക്കെ നിൽക്കുമ്പോഴാണ് അത് എത്രമാത്രമാണ് ശരീഅത്തടക്കമുള്ള നിയമങ്ങൾ സ്ത്രീവിരുദ്ധമായി ആ സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരായി പ്രവർത്തിക്കുന്നത് എന്ന ശക്തമായ നിലപാടുകൾ ഭാരതത്തിൽ നിൽക്കുമ്പോഴാണ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി കോടതികൾ കയറിയിറങ്ങി അവരുടെ സ്ത്രീകൾ പരാതി കെട്ടുകളുമായി നടക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി മനുസ്മൃതിയെ വിമർശിച്ച് സംസാരിക്കുന്നത്. മനുസ്മൃതി അനുസരിച്ചല്ല ഹിന്ദുക്കൾ ജീവിക്കുന്നത്. നമുക്കറിയാം, മനുസ്മൃതി അനുസരിച്ചല്ല 1950 മുതൽ അംബേദ്കറിന്റെ സ്മൃതി അനുസരിച്ചിട്ടാണ് ഇന്ത്യയിലെ ഹിന്ദുക്കൾ ജീവിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ശരീഅത്ത് നിയമം അനുസരിച്ചിട്ടാണ് മുസ്ലിങ്ങൾ ജീവിക്കുന്നത്. ആ ശരീഅത്ത് നിയമം അനുസരിച്ച് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനല്ല രാഹുൽ ഗാന്ധി തയ്യാറായത്, മനുസ്മൃതി വിമർശിക്കാനാണ്. എന്താ കാരണം? ഹിന്ദുക്കൾ ആർക്കും കയറി തട്ടാവുന്ന ആളുകളാണ്, ആർക്കും കയറി കൊട്ടാവുന്ന ചെണ്ടയാണെന്നാണ് രാഹുൽ ഗാന്ധി അടക്കം. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കാലങ്ങളോളം അടുത്ത കാലത്തല്ലേ DMK ആയിട്ടുള്ള സഖ്യം ഉപേക്ഷിച്ചത്. അതേ DMKയുടെ നേതാവല്ലേ സനാതന ധർമ്മത്തിനെതിരായി പ്രസ്താവന നടത്തിയത്, സനാതന ധർമ്മത്തെ കുഴിച്ചുമൂടണം എന്ന് പ്രസംഗിച്ചത്. ഇനി ഞാൻ പറയട്ടെ, റിജിയുടെ നേതാവല്ലേ രമേശ് ചെന്നിത്തല എന്താണ് മീശ നോവൽ പുറത്തിറങ്ങിയപ്പോൾ നടത്തിയ പ്രസ്താവന എന്തായിരുന്നു? ആ മീശ നോവലിൽ ഹിന്ദു സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോകുന്നത് വ്യഭിചാരത്തിനാണ് എന്ന് എഴുതി വെച്ചപ്പോൾ ആ നോവലിനെതിരെ പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ ആ നോവൽ എൻ്റെ സ്വന്തം ചെലവിൽ അച്ചടിച്ച് പുറത്തിറക്കും എന്ന് പ്രഖ്യാപിച്ച ആളാണ് രമേശ് ചെന്നിത്തല. എന്തായിരുന്നു രമേശ് ചെന്നിത്തലയുടെ നിലപാട് ആ കാര്യത്തിൽ? അപ്പൊ ഇതെല്ലാം നമ്മൾ കാണുന്നു. ഇനി ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്താണ്? ഹിന്ദു വിശ്വാസങ്ങളെ അവഹേളിക്കുമ്പോൾ ആ അവഹേളിക്കുന്ന നിലപാടിനോട് ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്താണ്? ഇവിടെ നമുക്കറിയാം എം വി ഗോവിന്ദൻ അള്ളാഹു സത്യമാണ് എന്ന് പറഞ്ഞ ആ ഗോവിന്ദൻ ഗണപതി മിത്താണ് എന്ന് പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. ഷംസീറിന്റെ പ്രസ്താവന പുറത്തു വന്നപ്പോൾ ഗണപതി മിത്താണെന്നുള്ള പ്രസംഗം ഷംസീർ നടത്തിയപ്പോൾ അതിനോടുള്ള പ്രതികരണം ഗോവിന്ദനോട് ചോദിച്ചോ, ഗോവിന്ദൻ എന്താ പറഞ്ഞേ? അള്ളാഹു സത്യവും ഗണപതി മിത്തുമാണെന്നാണ്. അപ്പൊ ഹിന്ദു വിശ്വാസങ്ങളോടുള്ള ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്താണ്? ഇതെല്ലാം കേരളത്തിൽ എത്രയോ വട്ടം ചർച്ച ചെയ്തു. പിണറായി വിജയൻ ഭരിക്കുമ്പോഴാണ് നമ്മുടെ സംസ്ഥാന ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് ലോട്ടറി പുറത്തിറക്കിയത്. എന്തായിരുന്നു ലോട്ടറി? ആ ലോട്ടറിയിൽ ശിവലിംഗത്തിലേക്ക് രക്തമൊഴുക്കി വിടുന്ന ചിത്രം അച്ചടിച്ചുകൊണ്ട് അതിനെതിരെ കേസ് കൊടുത്തു. മഞ്ചേരി കോടതിയിൽ ഇപ്പോൾ സ്റ്റേറ്റ് ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് മജിസ്ട്രേറ്റ് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഹിന്ദു ഐക്യവേദി കൊടുത്ത കേസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പൊ ഇത്തരത്തില് ഹിന്ദു വിരുദ്ധമായ നിലപാടുകൾ ഹിന്ദു വിശ്വാസങ്ങളെ അടിച്ചമർത്തുമ്പോൾ അപ്പോഴൊന്നും കേസെടുക്കാൻ നമ്മുടെ നാട്ടിലെ കേരള പോലീസിന് തയ്യാറാവുന്നില്ല.
ഇവിടെ നേരത്തെ നീലിമ അതാണ് പറഞ്ഞില്ലേ, നമ്മൾ എനിക്കെതിരെ സൂചിപ്പിച്ച ഈ കേസെടുത്തു സെലക്ടീവ് എന്നുള്ളത്. എനിക്കെതിരെ മതേതരത്വം എന്ന് കേസെടുത്തതായിരുന്നു. പറയുന്നത്. ഓരോ സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ നിരന്തരം പറയുന്ന ഒരു വാക്കാണ് ഈ സെലക്ടീവ് മതേതരത്വം എന്നുള്ളത്. അത് എന്താണ് കേരളത്തിലെന്ന് ഓരോ നിമിഷവും ഓരോ ദിവസവും ബോധ്യപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത്.